ഹലോ. നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കഴിച്ചുകൊണ്ടിടാൻ പോവാണ്. നമ്മളിതിപ്പോൾ കാണാനൊക്കെ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനവിടെ നേരം കുത്തുന്നുണ്ട്. നമ്മൾ ചൂണ്ടൊക്കെ ഇപ്പോൾ കിട്ടും. നമ്മൾ നേരെ സ്പോട്ടിലോട്ട് പോകണം. നമ്മൾ ചൂണ്ടിടാനുള്ള സ്ഥലമൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടൻ അവിടെ നിന്ന് വല വീശുമായിരുന്നു. പിന്നെ ചേട്ടൻ്റെ കൂടെ ഒന്ന് വല വീശിലൊക്കെ കണ്ട് കുറച്ച് നിന്നിട്ട് ഞാൻ നേരെ ചൂണ്ടിടാൻ ആദ്യം ചൂണ്ടിടുന്നത് ഈ മോട്ടോർ വീട് അകത്താട്ടോ. മോട്ടോർ വീട് അകത്ത് നമ്മൾ ചൂണ്ടിടാൻ നമ്മൾ 3 പേരുണ്ട്. 3 പേര് വന്ന് എന്താകുമോ എന്തോ ഒന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ ചൂണ്ടിടുവാണ്. എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കിയാലോ. നമ്മൾ ഇട്ടപ്പോൾ തന്നെ നമുക്ക് ഏത് മീനാന്ന് അറിയാമല്ലോ എന്തോ കൊത്തി. നമ്മൾ വലിച്ചു നോക്കി, പക്ഷേ അവനെ കിട്ടിയില്ല കേട്ടോ. മിസ്സായിട്ടോ. നമ്മൾ വേണ്ടി അവിടെ തന്നെ ഇട്ട് അവനെ പിടിക്കണമല്ലോ. അവനെ പിടിക്കാണ്ട് നമ്മൾ കുറേ നേരം ഇട്ടിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല. നമുക്കൊട്ട് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചൂണ്ട മാറ്റി അപ്പുറത്തോട്ട് ഇടുകയും ചെയ്തു. ഇപ്പോൾ ഇട്ടപ്പോൾ തന്നെ മീൻ ചെറിയ കൊത്തി കിടക്കുമല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കിയപ്പോൾ തന്നെ മീനുണ്ടായിരുന്നു. വലിച്ചു നോക്കിയപ്പോൾ മീൻ തിരിച്ച് നേരെ അപ്പുറത്തോട്ട് പോയി. നമ്മുടെ ഹുക്കി കയറിയില്ല കേട്ടോ. അവന് പോയി കഴിച്ചുകൊണ്ടിടാൻ എല്ലാവർക്കും വേണ്ടത് ക്ഷമ തന്നെയാണ്. ക്ഷമയില്ലെങ്കിൽ മീൻ കിട്ടാച്ചത് വാസമുണ്ട്. വീണ്ടും നമ്മൾ മോട്ടോർ അകത്ത് തന്നെ വന്നേട്ടാ. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരിക്കാൻ മടിയായിട്ട് നമ്മൾ നേരെ മോട്ടോർ അകത്ത് തന്നെ കൊണ്ടിടാന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ പൊങ്ങ് വന്ന് മീൻ താത്തിക്കൊണ്ട് പോകും. നമ്മൾ നോക്കി മീൻ കിട്ടിയില്ല കേട്ടോ. ഇത് തന്നെ അവസ്ഥ. കുറേ നേരമായിട്ട് നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ കൂടെ വന്നൊരു മീൻ പിടിക്കണം കേട്ടോ. അവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് മീൻ കിട്ടുന്നത് ഇതുപോലെ കുറേ നേരം കിട്ടുന്നുണ്ട് അവർക്ക്. നമ്മളപ്പുറത്തോട്ട് മാറി ഇടണം. നമുക്ക് മീനൊന്നും കിട്ടാണ്ട് അക്കരപ്പച്ച പോലെ അവിടെ ഇവിടെ ഓടി നോക്കുക. നമ്മൾ ഒരേ സ്ഥലത്ത് മീൻ പറയുമ്പോൾ അവിടെ നമ്മൾ ചൂണ്ടിട്ട് പോകും. പക്ഷേ മീൻ കിട്ടത്തില്ല കേട്ടോ. എന്നിട്ടും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്കൊരു മീൻ കിട്ടി കേട്ടോ. ഒരു ചെറിയ വരാലെന്ന് നമുക്ക് കിട്ടി. നമുക്ക് കിട്ടിയ മീനെ കൊണ്ട് നമ്മൾ കവറിലൊക്കെ ഇട്ട ശേഷം നമ്മൾ വീണ്ടും അവിടെ തന്നെ ചൂണ്ടിടും കേട്ടോ. ചില സമയം തന്നെ അവിടുത്തെ മോട്ടർ അടി തുടങ്ങി കേട്ടോ. മോട്ടർ അടിക്കാൻ തുടങ്ങി നമുക്ക് പിന്നെ അവിടെ ഇടാൻ പറ്റില്ല. നമ്മൾ നേരെ വെളിയിലോട്ട് പോയി അവിടെ മോട്ടർ അടി കുറച്ച് നോക്കി നിന്നിട്ട് നമ്മൾ നേരെ വെളിയിലോട്ട് പോയി ചൂണ്ടിടാന്ന് വെച്ച് നമ്മൾ വെളിയിൽ ചൂണ്ടിട്ട് നല്ലൊരു കാര്യം കിട്ടിയ ടൈമാർ കിട്ടിയാണ്. കിട്ടിയില്ല കേട്ടോ. നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല പച്ച കളറുള്ള അടിപൊളി കാര്യമാണ്. കുത്തുകൊണ്ടാൽ നല്ല രസമായിരിക്കും. മോട്ടർ അടിക്കാതെ നല്ല മീൻ കയറി വരുമെന്ന് പറഞ്ഞാൽ അവിടെ ചേട്ടൻ കുത്തുവരായിട്ട് പോകണ്ട കേട്ടോ. ആ സൈഡിൽ കൊണ്ട് വെക്കാനാണ് പറഞ്ഞത്. ഇഷ്ടംപോലെ മീൻ കിട്ടുന്നതാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. നല്ല ചൂടാണ്. നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി കേട്ടോ. നമ്മൾ നേരെ വീട്ടിലോട്ട് നമുക്ക് കിട്ടിയ മീൻ ഇതാണ് കേട്ടോ. കുറച്ച് അണ്ടികളെയും കുറച്ച് കാര്യം ഒരു വരാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് ഇനി വീണ്ടും കാണാം. ഓക്കെ, ബൈ.